കപ്പാസിറ്റർ ട്രാൻസിയന്റ് കണ്ടീഷനിൽ നമുക്കറിയാം ഷോർട്ട് സർക്യൂട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ട്രാൻസിയന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പാസിറ്ററിന്റെ രണ്ട് പ്ലേറ്റിൽ ചാർജ് ഒന്നുമില്ല, പെട്ടെന്ന് ഓൺ ആയി കഴിയുമ്പോൾ ആ പ്ലേറ്റുകൾ നോക്കുമ്പോൾ ഒരു ബാറ്ററി നോക്കുമ്പോൾ എന്താണ്, ഒരു സൈഡിൽ പോസിറ്റീവ് ചാർജ് അടുത്ത സൈഡ് നെഗറ്റീവ് ചാർജ് നോക്കുമ്പോൾ കപ്പാസിറ്റർ വഴി ഇതിനൊരു ഫ്ലോ ഉണ്ട് എന്ന അസംഷൻ തോന്നും. അപ്പോൾ അത് അതിലൂടെ പോകാൻ മാക്സിമം സ്പീഡിൽ പോകാൻ നോക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ അവിടെ ഒരു ഡിവൈസ് ഇല്ലാത്തതുപോലെ ബിഹേവ് ചെയ്യുന്നത് പോലെ തോന്നും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്, ഷോർട്ട് സർക്യൂട്ട് ആയിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം പതുക്കെ വോൾട്ടേജ് ബിൽഡപ്പ് ആയി വന്നു കഴിയുമ്പോൾ കപ്പാസിറ്റർ മനസ്സിലാവും അതിലൂടെ ഫ്ലോ പറ്റത്തില്ല, അവിടെ ഒരു ഡൈലക്ട്രിക് ഉണ്ടെന്ന്. അപ്പം എന്താണ്, ഒരു dV/dt അക്രോസ് ദി കപ്പാസിറ്റർ അല്ലെങ്കിൽ എന്താണ്, ഒരു സ്ലോ റേറ്റിലായിരിക്കും ആ വോൾട്ടേജ് ഇൻക്രീസ് പിന്നെ വരുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, ഈ വോൾട്ടേജിന്റെ ചേഞ്ചിന്റെ ഉള്ള ഇഫക്റ്റ് SCRന്റെ അക്രോസ് വരുന്ന ഇഫക്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡിവൈസിന്റെ ഒരു ചേഞ്ചിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഏത് സ്വിച്ച് ആണെങ്കിലും അതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ചേഞ്ച് ഇത്ര ടൈമിൽ ഇത്ര റേറ്റ് വോൾട്ടേജ് ഇതിന് അക്രോസ് ചേഞ്ച് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഇത്ര റേറ്റ് കറണ്ട് ഇതിന് അക്രോസ് ചേഞ്ച് ചെയ്യാവുള്ളൂ. അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ dA/dt റേറ്റിംഗ് കണ്ടുപിടിച്ചില്ലേ, ഓരോ ഡിവൈസിനും ഇത്ര, ഇപ്പൊ നമ്മൾ 200 ആംപിയർ പെർ മൈക്രോ സെക്കൻഡ് അല്ലെങ്കിൽ 250 ആംപിയർ പെർ ചിലപ്പോൾ ക്വസ്റ്റൻ അത് തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അതേപോലെ തന്നെ എല്ലാ ഡിവൈസിനും അതിന് അക്രോസ് വരുന്ന വോൾട്ടേജിന് ഇത്ര റേറ്റേ പറ്റുള്ളൂ, ഒരു സേഫ് ലിമിറ്റ് ഉണ്ട്. അപ്പൊ ആ വാല്യൂവിനെയാണ് നമ്മൾ അതിന്റെ dV/dt റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ വോൾട്ടേജ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റത്തില്ല. ആ വോൾട്ടേജ് ഇത് ഈ ഡിവൈസിന്റെ പാരലായിട്ടാണ് ഈ കപ്പാസിറ്റർ വരുന്നത്. അപ്പൊ അതാണ് dV/dt പ്രൊട്ടക്ഷൻ കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് നിന്നുള്ള പ്രോബ്ലംസ് എങ്ങനെയാ വരുന്നത്, നമുക്ക് അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പൊ ഇതിന്റെ dV/dt പ്രൊട്ടക്ഷൻ ആണ് സ്നബർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്, അത്ര ഓർത്തിരുന്നാൽ മതി. ആ പേരും എന്തിനാ ഉപയോഗിക്കുന്നതെന്ന്. പിന്നെ അതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യാനാണ് നമുക്ക് അറിയേണ്ടത്, എങ്ങനെയാണ് dV/dt പ്രൊട്ടക്ഷന് നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ സ്നബർ സർക്യൂട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ പ്രൊസീഡ് ചെയ്ത് പോകാം, ആ കാര്യമാണ് പിന്നെ നമുക്ക് അറിയേണ്ട കാര്യം. ഓക്കെ. അപ്പൊ നിങ്ങൾ സ്നബർ സർക്യൂട്ട്സ് എഴുതിയല്ലോ അല്ലെ, സ്നബർ സർക്യൂട്ട്സ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ താഴെയായിട്ട് എഴുതുക, A snubber circuit consists of a snubber circuit consists of a snubber circuit consists of a series combination of a snubber circuit consists of a series combination of a resistance Rs and a capacitance Cs, a resistance Rs and a capacitance Cs in parallel with the thyristor, in parallel with the thyristor. ഇപ്പൊ നമ്മൾ നോർമലി ഒരു വോൾട്ടേജ് VS എന്ന് പറയുന്ന വോൾട്ടേജ് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ്, നമുക്ക് ഈ തൈറിസ്റ്ററിന് ആനോഡിൽ പോസിറ്റീവും കാഥോഡിൽ നെഗറ്റീവ് സപ്ലൈ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഗേറ്റിലേക്ക് നമ്മൾ ട്രിഗറിങ് കൊടുക്കുക. ഗേറ്റിൽ ട്രിഗറിങ് പൾസ് കൊടുത്ത് ഗേറ്റ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് വർക്ക് ചെയ്യും. ഇതാണ് നമ്മൾ നോർമൽ സ്വിച്ച്. അഡീഷണൽ ഒരു സ്വിച്ചിന്റെ കാര്യം കാണിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാൻ വേണ്ടി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും സർക്യൂട്ടിൽ ഇങ്ങനെ ഒരു സ്വിച്ച് കാണിക്കാൻ പാടില്ല. കാരണം എന്താണ്, ഈ പവർ ഇലക്ട്രോണിക് ഡിവൈസ് തന്നെ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഈ VS സപ്ലൈ വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ സർക്യൂട്ട് ഡയഗ്രം ഇങ്ങനെ തന്നെയാണ് വരയ്ക്കുന്നത്. പക്ഷെ ഇൻ ഇഫക്റ്റ് ഈ സ്വിച്ച് ചിലതിനകത്ത് ഉണ്ടാവണമെന്നില്ല. പിന്നെ പവർ സപ്ലൈ ഓൺ ആക്കുന്ന സ്വിച്ച് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ഇനി ഈ തൈറസിന് അക്രോസ് വരുന്ന സഡൻ വോൾട്ടേജ് ചേഞ്ചിനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് പാരലായിട്ട് ഒരു റെസിസ്റ്ററിന്റെ കപ്പാസിറ്ററിന്റെ ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ സർക്യൂട്ടിനെയാണ് നമ്മൾ സ്നബർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും ഒരു പാരലൽ സർക്യൂട്ട് ഇതിന് അക്രോസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ ഈ റെസിസ്റ്ററിൻ സ്നബർ സർക്യൂട്ട് എന്നുള്ള രീതിയിൽ RS എന്നും
കപ്പാസിറ്റർ ഇൻ സ്നബർ സർക്യൂട്ട് എന്നുള്ള രീതിയിൽ ഇതിനെ നമ്മൾ CS എന്നുമാണ് നോട്ട് ചെയ്യുക. ഈ ഫിഗർ ഒന്ന് വരച്ചെടുക്കുക. സ്നബർ സർക്യൂട്ട് അക്രോസ് SCR ഓർ തൈറിസ്റ്റർ. സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ട് ആണ് കേട്ടോ. ഓക്കെ, വരച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കറിയാം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സ്നബർ സർക്യൂട്ടിനകത്ത് ഈ റെസിസ്റ്ററിന്റെ ആവശ്യമില്ല. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഈ കപ്പാസിറ്റർ മാത്രമാണ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏറ്റവും നെസസറി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതിനകത്ത് റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസിന് കോമ്പിനേഷൻ ആണ്, അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്നബർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ആറിന്റെയും സിയുടെയും കോമ്പിനേഷൻ ആണോ, ആറിന്റെയും എല്ലിന്റെയും കോമ്പിനേഷൻ ആണോ? നമുക്ക് ആറിന്റെയും സിയുടെയും കോമ്പിനേഷൻ ആണ്. ആറിന്റെയും സിയുടെയും സീരീസ് കോമ്പിനേഷൻ അക്രോസ് SCRനെയാണ് നമ്മൾ സ്നബർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം അതാണ് നോർമൽ ആൻസർ. ഇനി നമുക്ക് ഇതിനകത്ത് ഏറ്റവും സഫീഷ്യന്റ് ആയിട്ടുള്ള കമ്പോണന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് കമ്പോണന്റ് ആണ്? കപ്പാസിറ്റർ മാത്രമാണ്. റെസിസ്റ്റർ അത്രയും സഫീഷ്യന്റ് ആയിട്ടുള്ള കമ്പോണന്റ് അല്ല. അപ്പൊ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. Strictly speaking, the capacitor CS in parallel with the device is sufficient to prevent unwanted dV by dt triggering of SCR. ഇതിന്റെ വർക്കിംഗ് എഴുതേണ്ട കാര്യമില്ലല്ലോ അല്ലെ? സഡൻ വോൾട്ടേജ് വരുമ്പോൾ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും, dV by dt ട്രിഗറിങ് അത് അവോയ്ഡ് ചെയ്യും. അതിനകത്ത് തിയറി ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇതുവരെ അങ്ങനെയൊന്നും ഡീറ്റെയിൽ വേണ്ട. ഇനി ഇതിനകത്തുനിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കേ. Figure shows a thyristor controlling power in a load resistance RL. The supply voltage Vs is 240 volt, 240 volt, and the specified limit for di by dt and dV by dt and dV by dt of the SCR, di by dt and dV by dt of the SCR are 50 ampere per microsecond, 50 ampere per microsecond and 300 volt per microsecond. di by dt എന്ന് പറയുന്നത് 50 ampere per microsecond and dV by dt 300 volt per microsecond respectively. Determine the value of inductance and Snubber circuit parameters RS and CS. Okay, question ഒന്ന് വായിച്ചു നോക്കിക്കേ എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് തന്നിരിക്കുന്നത് എന്ന്.
ഫിക്സ് നമ്പർ സർക്യൂട്ടിനകത്ത് നിന്ന് ചോദിക്കാവുന്ന ഒരു മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ സെക്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻസ് ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന ഇക്വേഷൻസ് വെക്കുക, പിന്നെ രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ ട്രാൻസിയന്റ് കണ്ടീഷനിലെ ഇക്വേഷൻസ് യൂസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എത്രയാണെന്നുള്ള രീതിയിൽ പ്രൊസീഡ് ചെയ്ത് പോവുക. ഓക്കെ. ഇപ്പൊ ഡി ഐ ബൈ ഡി ടി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏത് ഫോർമുല തന്നെ യൂസ് ചെയ്യാം? ഡി ഐ ബൈ ഡി ടി റേറ്റിംഗ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ഡി ഐ ബൈ ഡി ടി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡി ഐ ബൈ ഡി ടിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന എല്ലിന്റെ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ സർക്യൂട്ടിനകത്ത് റെസിസ്റ്റർ ഉണ്ടെങ്കിലും നമുക്ക് ഡി ഐ ബൈ ഡി ടി ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം ആ റെസിസ്റ്റർ സർക്യൂട്ടിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ. ഇതിനകത്ത് രണ്ട് കണ്ടീഷൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. ഒന്ന് പറഞ്ഞിരിക്കുന്ന ഓൺ കണ്ടീഷനിൽ ഒരു സീരീസ് ഇൻഡക്ടറും കൂടെ സർക്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ആർ എസിന്റെയും സി എസിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് തൈറസിസ്റ്റർ സീരീസ് ആയിട്ട് ഇൻഡക്ടർ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള കണ്ടീഷൻസ് നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത കണ്ടീഷനിലേക്ക് പോകാം. അപ്പോൾ ഒരു 1 by 1 ആയിട്ട് നമുക്ക് സൊല്യൂഷൻ ചെയ്യാം. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയാം നമുക്ക് പെട്ടെന്ന് പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയും നേരം ഒന്നും എടുത്ത് അല്ലെങ്കിൽ ഇതുപോലെ ഡെറിവേറ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് ശരിക്കും കിട്ടത്തില്ല. ഇനിയിപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയട്ടെ എന്നോർത്തുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. 2 മാർക്കിന്റെ ഗേറ്റിന്റെ ക്വസ്റ്റൻ എങ്ങാണ്ടായിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതോ ഇലക്ട്രിക്കലിന്റെ എക്സാമിന്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ എഴുതാം. നമുക്ക് ഐ എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതാം. ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? വി ബൈ ആർ, അല്ലെങ്കിൽ എന്താണ് ഐയുടെ ഇനീഷ്യൽ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഫസ്റ്റ് കണ്ടീഷനുള്ള വാല്യൂ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ടോ. ടോ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം അതിന്റെ ടൈം കോൺസ്റ്റന്റ്. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ അല്ലെ. ഇതിനകത്ത് നമ്മൾ ആർ എൽ സർക്യൂട്ട് ആയതുകൊണ്ട് ടോയെ എൽ ബൈ ആർ ആയതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷനകത്ത് ആർ ബൈ എൽ എന്ന് എഴുതി പറഞ്ഞ് പോകുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഇനി ഇപ്പൊ ഈ സർക്യൂട്ടിൽ നമ്മളിപ്പോ ആദ്യമേ എടുക്കാൻ പോകുന്നത് തൈറിസ്റ്റർ ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. തൈറിസ്റ്റർ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ട് ആണെങ്കിലും ആ തൈറിസ്റ്ററിന് അക്രോസ് കുറച്ചൊരു മിനിമം റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്താണ് ഇത് പ്രൊസീഡ് ചെയ്ത് പോകുന്നത്, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ വരച്ച സർക്യൂട്ട് നമുക്ക് ഒന്ന് റീഡ്രോ ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരും? നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും ആ സർക്യൂട്ട്? നമ്മൾ ഇവിടുന്ന് വോൾട്ടേജ് കൊടുത്തു, ക്ലോസ്ഡ് കണ്ടീഷൻ ആണ്. ഇവിടെ തൈറിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, പക്ഷെ ആ തൈറിസ്റ്റർ സ്വിച്ച് എന്താണ്? ക്ലോസ്ഡ് ആയിട്ടിരിക്കുവാണ്. പിന്നെ നമ്മളോട് പറഞ്ഞ എന്താണ്? ഡി ഐ ബൈ ഡി ടി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഇൻഡക്ടർ ഉണ്ട്. ആ ഇൻഡക്ടറിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു എൽ എന്ന് പറയുന്ന വാല്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലോഡ് ഉണ്ട്, ആർ എൽ ലോഡ്, റെസിസ്റ്റീവ് ലോഡാണ്. ഇങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ ഇതിന് അക്രോസ് ആണ് നമ്മൾ വോൾട്ടേജ് വി എസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് തൈറിസ്റ്റർ ഇൻ സീരീസ് വിത്ത് ഇൻഡക്ടർ ആൻഡ് ആർ എൽ അറ്റ് ഓൺ കണ്ടീഷൻ. അപ്പൊ നമ്മൾ ഓൺ കണ്ടീഷന്റെ ഫിഗർ ആണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇത് എൽ. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഐ ഇസ് ഈക്വൽ ടു
ക്യാപിറ്റൽ ഐ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ടോ എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഐ എന്ന് പറയുന്ന ഈ സർക്യൂട്ടിലെ ഇനീഷ്യലി പോകുന്ന കറണ്ട്, ഈ സർക്യൂട്ടിലെ ഇനീഷ്യലി പോകുന്ന കറണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സ്റ്റാർട്ടിങ് ടൈമിലെ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഏത് ഇക്വേഷൻ നമ്മൾ ഇപ്പം നേരത്തെ ചെയ്തപ്പോൾ നമ്മൾ ഐ എന്ന് പറയുന്നത് വി ബൈ ആർ എന്ന് എടുത്തിട്ടാണ് നമ്മൾ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് എടുക്കുമ്പം ഈ സ്വിച്ചിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസും കൂടെ നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പം ആർ എസ് എന്ന് പറയുന്നത് സ്വിച്ചിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് ആണ് എടുക്കുക, ഒരു വാല്യൂ സ്വിച്ച് എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് ഈ വി ബൈ ആർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ കണ്ടീഷനിലാകുമ്പം വി ഡിവൈഡഡ് ബൈ ആർ എസ് പ്ലസ് ആർ എല്ലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആർ എസ് പ്ലസ് ആർ എല്ലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഐയുടെ വാല്യൂ ക്യാപിറ്റൽ ഐ, ഈ ഇക്വേഷനകത്ത് ക്യാപിറ്റൽ ഐയുടെ വാല്യൂ കിട്ടും. ഐ ഇസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ എസ് പ്ലസ് ആർ എൽ ആണ്. ഇനി ഇതിന്റെ ഇപ്പൊ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഈ ഇക്വേഷന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഐ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കിട്ടും. അത് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഡി ഐ ബൈ ഡി ടി, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കിട്ടും. ഡി ഐ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു di by dt is equal to v by l into e raised to t by tau എന്നുള്ള വാല്യൂ തന്നെ കിട്ടും. അല്ലെങ്കിൽ ഡി ഐ ബൈ ഡി ടി എന്ന് പറയുന്നത് മാക്സിമം കണ്ടീഷൻ എന്ന് പറയുന്നത് ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി എസ് ബൈ എൽ എന്ന് തന്നെ കിട്ടും. അപ്പൊ അതേ വാല്യൂ ആണ് നമ്മൾ ഇവിടെ കൊടുത്താൽ നമുക്ക് ഡി ഐ ബൈ ഡി ടി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ ഫിഗർ ഒന്ന് വരയ്ക്കുക, എന്നിട്ട് ആ ക്യാപിറ്റൽ ഐയുടെ വാല്യൂ ഞാൻ ഇവിടെ എഴുതിയെടുത്തിരിക്കുന്ന ആ വാല്യൂ ഒന്ന് നോട്ട് ചെയ്യാം, നമുക്ക് ആവശ്യം വരും പിന്നീട്. പക്ഷെ ഇതൊന്നും പരീക്ഷയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ നേരമില്ല, ഇത്ര മാത്രം ഓർക്കാനേ നേരമുള്ളൂ. ഡി ഐ ബൈ ഡി ടി ഇസിക്കൽ ടു വി ബൈ എൽ. എവിടെ ഡി ഐ ബൈ ഡി ടി കണ്ടു കഴിഞ്ഞാൽ വി ബൈ എൽ ഇട്ട് ചെയ്തു പോകും. ആർ എൽ സർക്യൂട്ടോ എൽ സർക്യൂട്ടോ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് വി ബൈ എൽ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഡി ഐ ബൈ ഡി ടി ആർ സി സർക്യൂട്ടിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ എൽ സി സർക്യൂട്ടിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനും കൂടെ ചെയ്യാം. ഒരു തവണ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ റൂട്ട് ഓഫ് സി ബൈ എൽ എന്ന് പറഞ്ഞ് വേറൊരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഡെറിവേഷൻ ഒന്നും എടുക്കാനില്ല. ഇത് ആക്ച്വലി ഇത് നെറ്റ്വർക്ക് തിയറിയിൽ നമ്മൾ പഠിക്കുന്ന ട്രാൻസിയന്റ് അനാലിസിസ്, പവർ ഇലക്ട്രോണിക്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിന്ന് എല്ല് കണ്ടുപിടിച്ചേ. ഡി ഐ ബൈ ഡി ടി തന്നിട്ടുണ്ട്, വി എസ് തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് എല്ലിന്റെ വാല്യൂ കണ്ടുപിടിച്ചേ നിങ്ങൾ ഈ ക്വസ്റ്റിന്. 4.8. 4.8 മൈക്രോ ഹെൻറി എന്ന് കിട്ടും. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? നേരത്തെ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ പറയാം, നമുക്ക് വീണ്ടും പറയാം. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഇതിപ്പോ നമ്മൾ എന്താണ് ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വന്നു. ഇനി നമുക്ക് ഇതിന്റെ സ്നബർ സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാൻ, സ്നബർ സർക്യൂട്ടിന്റെ എലമെന്റ്സ് ഡിസൈൻ ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്നബർ സർക്യൂട്ടിലെ എലമെന്റ്സ് എന്ന് പറയുമ്പം നമ്മൾ പഴയ സ്നബർ സർക്യൂട്ട് വരച്ചിട്ട് അതിനകത്തെ എലമെന്റ്സ് ഏതൊക്കെയാണ് കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് പ്രൊസീഡ് ചെയ്ത് പോകാൻ. അപ്പൊ സ്നബർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരു തൈറിസ്റ്റർ ഉണ്ട്. ഈ തൈറിസ്റ്റർ സ്വിച്ചിന്റെ അക്രോസ് ഉള്ള റെസിസ്റ്ററിന്റെയും അതുപോലെ തന്നെ കപ്പാസിറ്ററിന്റെയും വാല്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ റെസിസ്റ്ററിന്റെയും ഈ കപ്പാസിറ്ററിന്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് സെക്ഷൻ. അപ്പൊ നമുക്ക് ഇത് പ്രൊസീഡ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറിസ്റ്റർ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള അല്ലെങ്കിൽ കപ്പാസിറ്റർ സർക്യൂട്ടിനകത്ത് ഫസ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ടിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ് നമുക്കറിയാം, എത്രയാണ്? 0 ആണ് അല്ലേ? ഷോർട്ട് സർക്യൂട്ടിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 0 ആണ്. അത് റെസിസ്റ്റൻസ് ഇല്ല എന്നുള്ള രീതിയിലാണ് ആ സമയത്ത് വർക്ക് ചെയ്യുക. അപ്പൊ ഇത് രണ്ടും പാരലൽ സർക്യൂട്ടുകൾ ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന സിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് 0 ആയതുകൊണ്ട് ഈ തൈറിസ്റ്ററിന് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഇക്വലന്റ് ആണെന്ന് നമുക്ക് പറയാം? ഈ റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജിനോട് ഇക്വലന്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പം ഈ ഫിഗർ ഒന്ന് വരയ്ക്കുക. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഫിഗർ വരയ്ക്കുക. എന്നിട്ട് അതിന്റെ താഴെ എഴുതുക വോൾട്ടേജ് അക്രോസ് എസ് സി ആർ അറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ വോൾട്ടേജ് അക്രോസ് എസ് സി ആർ ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് ലൈനിലായിട്ട് എഴുതുക എസ് സി ആറിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. നമുക്ക് അതിന് എങ്ങനെ വി എസ് എന്ന് പറയുന്ന സ്വിച്ച് ആണല്ലോ അല്ലെ? അപ്പൊ നമുക്ക് വി ടി എന്ന് എഴുതാം. തൈറിസ്റ്റർ എന്നുള്ള രീതിയിലാണ് കേട്ടോ. വി ടി ഇസ് ഈക്വൽ ടു
ആർ ഇൻറ്റു ഐ, ഇതിലൂടെ പോകുന്ന കറണ്ട് ഐ ആണെങ്കിൽ ആർ ഇൻറ്റു ഐ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി ഈ ഇക്വേഷന്റെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. നമുക്ക് ഇതിനകത്ത് ഉള്ള തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു, ആറ് കോൺസ്റ്റന്റ് ആണ്, ഇവിടെ എന്ത് വരും ഡി ഐ ബൈ ഡി ടി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആറ് കണ്ടുപിടിക്കാൻ പാടില്ല. ഡി വി ബൈ ഡി ടി ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, ഡി ഐ ബൈ ഡി ടി ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്, ആറ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഡി ഐ ബൈ ഡി ടി തന്നിരിക്കുന്ന മാക്സിമം കണ്ടീഷൻ എന്ന് പറഞ്ഞോണ്ടാ. അപ്പൊ ആ മാക്സിമം കണ്ടീഷനിൽ തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എത്ര കിട്ടി? 6. 6. ആ, 6ന്റെ വാല്യൂ 6 ഓം കിട്ടി. ഇനി ഇപ്പൊ നമ്മൾ സ്നാപ്പർ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചുള്ളൂ. നമ്മുടെ ക്വസ്റ്റിനകത്ത് സ്നാപ്പർ സർക്യൂട്ടിലെ ഇൻഡക്ടൻസും കൂടെ കണ്ടുപിടിക്കാൻ, കപ്പാസിറ്റൻസും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഡെറിവേഷൻ ഉണ്ട്. പക്ഷെ ആ ഡെറിവേഷൻ നമ്മളിപ്പം അത്രയും ഡെറിവേഷൻ ഒന്നും എടുക്കാനുള്ള ഒരു സമയമില്ല. സ്നാപ്പറിന് വേണ്ടിയിട്ട് അത്ര നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ ഇക്വേഷൻ പറഞ്ഞു തരാം, നിങ്ങൾ അത് നോട്ട് ചെയ്തെടുത്താൽ മതി. അതിന്റെ ആവശ്യമുള്ളൂ. നമുക്കിപ്പോ അതിന്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് എഴുതിയെടുക്കുക. ഞാൻ എവിടെ എഴുതാം, നിങ്ങൾ അത് നോട്ട് ചെയ്താൽ മതി. ആർ എസ് അല്ലെങ്കിൽ ആറ് സ്നാപ്പർ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിലാണ് കേട്ടോ ആർ എസ് എഴുതുന്നത്. ആർ എസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു തീറ്റ എന്നോ ചിലര് എപ്സിലോൺ എന്നായിരിക്കും പറയാ. അത് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന എന്താണോ ആ ക്വാണ്ടിറ്റീസ് അതെടുത്ത് റെപ്രസെന്റ് ചെയ്താൽ മതി. ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ പി എസ്. ഇക്വേഷൻ ഒന്ന് ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റിനുള്ളിലായിട്ട് നോട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ബോക്സ് വരച്ചാണോ റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യണോ എങ്ങനെയാണ്. ഇതിനകത്ത് നമുക്ക് തീറ്റ എന്ന് പറയുന്നത് നോട്ട് ചെയ്യുക. വേർ തീറ്റ ഈസ് ദി ഡാമ്പിംഗ് റേഷ്യോ ഓർ ഡാമ്പിംഗ് ഫാക്ടർ. ഇനി നമുക്ക് നിങ്ങൾ കൺട്രോൾ സിസ്റ്റം പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് ഈ ഡാമ്പിംഗ് ഫാക്ടർ വെച്ചുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ്. എന്താ കൺട്രോൾ ചെയ്യാൻ പറ്റുക? നമുക്ക് അതിന്റെ മാക്സിമം ഓവർഷൂട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു സിസ്റ്റത്തിന്റെ മാക്സിമം ഓവർഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രാൻസിയന്റ് ഉണ്ടാകുമ്പം അതിന്റെ സിഗ്നലിന്റെ ഒരു വേരിയേഷൻ ഉണ്ടാകും. ആ വേരിയേഷന്റെ മാക്സിമം ലിമിറ്റ് നമുക്ക് ഈ ഡാമ്പിംഗ് ഫാക്ടർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ തൈറോസ്റ്റർ സർക്യൂട്ടിനകത്ത് ഉണ്ടാകുന്ന വോൾട്ടേജിന്റെ ചേഞ്ച് ലിമിറ്റഡ്, ഒരു സേഫ് ലിമിറ്റിനുള്ളിൽ നിൽക്കാനായിട്ട് നമ്മൾ നോർമലി എടുക്കുന്ന ഡാമ്പിംഗ് ഫാക്ടറിന് ഒരു റേഞ്ച് ഉണ്ട്. 0.5 to 0.1 ആണ്. അപ്പൊ ആ റേഞ്ച് ഒന്ന് ഓർത്തിരിക്കാം. അതിന്റെ താഴെയായിട്ട് എഴുതുക. ഇൻ ഓർഡർ ടു ലിമിറ്റ് ദി പീക്ക് ഓവർഷൂട്ട് വോൾട്ടേജ്, in order to limit the peak overshoot voltage across thyristor to a safe value, the damping ratio is normally in the range of 0.5 to 1. അപ്പൊ അതിന്റെ റേഞ്ച് ചോദിച്ചാലാണ് 0.5 to 1. ഇനി ഒരു കോമൺ ആയിട്ട് നമ്മൾ എടുത്ത് പ്രോബ്ലം ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷിക്കാകുമ്പോൾ നമുക്ക് റേഞ്ച് അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ നോർമലി എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്ന 0.65 ആണ്. അപ്പൊ അതിന്റെ താഴെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം. ഫോർ ഒപ്റ്റിമം സൊല്യൂഷൻ തീറ്റ ഈസ് taken as 0.65. അപ്പൊ സി എസ് കണ്ടുപിടിച്ച് എൽ അറിയാം, ആർ അറിയാം, തീറ്റ അറിയാം. സി എസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തേ. ഇതിനകത്ത് നമുക്ക് സി എസ് എങ്ങനെ എഴുതാൻ പറ്റും? സി എസ് ഇസ് ഈക്വൽ ടു 2 തീറ്റ by RS the whole square into L.
എത്ര കിട്ടി? കപ്പാസിറ്റർ വാല്യൂ എത്ര കിട്ടി? ഹലോ, കപ്പാസിറ്ററിന്റെ വാല്യൂ എത്ര കിട്ടി? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഏകദേശം 1.9 ഒക്കെയാണോ? 1.9 ആകുമ്പോൾ 10⁻⁻7 ആണോ വന്നേ? 10⁻⁻, അതെ 0.65 വെച്ചിട്ട്. യെസ്. ആൻസർ പക്ഷെ 0.2 മൈക്രോ ഫാരഡ് എന്നാണ്. 1.9 × 10⁻⁻7 വന്നാലും ശരി, അതാണ് ഞാൻ ചോദിച്ചത്. 0.19 അങ്ങനെയാണ് വന്നത്. അതെ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ ഡെറിവേഷൻ ഒന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇതെല്ലാം മുഴുവൻ നമുക്ക് പരീക്ഷയ്ക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ലോ. ഇത് മാത്രം ഓർത്തിരിക്കുക, dv/dt = r × di/dt. ആ ഇക്വേഷൻ അറിയുന്നിരിക്കണം. അപ്പൊ നമുക്ക് അതിനകത്ത് നിന്ന് r-ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. പിന്നെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് CS = ഒന്നെങ്കിൽ CS-ന്റെ ഇക്വേഷൻ ആയിട്ട് തന്നെ പഠിക്കുക, അല്ലെങ്കിൽ RS = 2θ √L/CS, അല്ലെങ്കിൽ തിരിച്ച് ഇത് ഓർത്തിരിക്കുക. എന്നിട്ട് ഇതിന് ഡാമ്പിംഗ് റേഷ്യോയ്ക്ക് കൊടുക്കുന്ന വാല്യൂ 0.65 ആണോ ഉള്ളതും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് പക്ഷേ PSCക്ക് ഇതിപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടിയ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ PSCയുടെ ടൈം വെച്ചിട്ട് 1 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ L ഒക്കെ കണ്ടുപിടിക്കാം. dA/dt = V/L വെച്ചിട്ട് L കണ്ടുപിടിക്കാം. അതുപോലെ R കണ്ടുപിടിക്കാം. dV/dt = R × di/dt എന്ന് പറയുന്നത്. പക്ഷെ ഈ C കൂടെ വരുമ്പോഴാണ് കൂടുതൽ വരുന്നത്. ഇനി ഇതുപോലത്തെ പരീക്ഷയ്ക്ക് ഇപ്പം ഗേറ്റിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഇതിനിപ്പോ അങ്ങനെ വരില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇനി വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയാമെങ്കിലും ആദ്യമേ ഇത് ചെയ്ത് സമയം കളയണ്ട. ഓക്കെ, ഒരു തവണ ചെയ്തിട്ട് സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മിച്ചം വന്നിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി, എന്നിട്ട് വന്നിട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതുപോലത്തെ സ്നാപ്പർ സർക്യൂട്ടിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും 3 ക്വാണ്ടിറ്റീസും കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടില്ല. ഒന്നെങ്കിൽ എല്ലൊക്കെ കണ്ടുപിടിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻ, അത് നമ്മൾ ആദ്യം ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനി ഒരു ഗ്രേഡും കൂടെ കുറച്ച് ടഫ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടം വരെ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വൈൻഡപ്പ് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ എടുത്തതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നിങ്ങളുടെ പാർട്ടിസിപ്പൻസ് ഇതേപോലെ di/dt പ്രൊട്ടക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യോ? di/dt പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാല് കറണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടറിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് dI/dt പ്രൊട്ടക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്താൽ മതി അല്ലേ, സീരീസ് ആയിട്ട്? സീരീസ് ആയിട്ട് ഇൻഡക്ടർ എടുക്കുന്നതിനാണ് dI/dt പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് dI/dt = V/L. ആ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. dI/dt പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ ആണ്. dV/dt പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോഴാണ് ഇപ്പൊ ഈ പറഞ്ഞ ആറും സിയും കണ്ടുപിടിക്കുന്നത്. കറണ്ടിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നമ്മൾ സീരീസ് ആയിട്ടാണ് കൊടുക്കുക. വോൾട്ടേജിന്റെ പ്രൊട്ടക്ഷൻ ആണ് പാരലൽ ആയിട്ട് കൊടുക്കുന്നത്. പാരലൽ ആയിട്ട് കൊടുക്കുന്ന സാധനമാണല്ലോ സ്നബർ സർക്യൂട്ട്. സീരീസ് ആയിട്ട് കൊടുക്കുന്ന സാധനം ഇൻഡക്ടർ ആണ്. തൈറസ്റ്റർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആറും സിയും എല്ലും എല്ലാം യൂസ് ചെയ്യുന്നത്. അത് എല്ല് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ dI/dt പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നതിനാണ് dV/dt പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ വെറുതെ കപ്പാസിറ്റർ മാത്രം സർക്യൂട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് വരാം. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്കത് സർക്യൂട്ട് ഷോർട്ട് ആയി പോയി എന്ന് പറയുമ്പോൾ അതിന് അക്രോസ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ റെസിസ്റ്ററും കൂടെ സർക്യൂട്ടിൽ വെച്ചിട്ട് പ്രൊസീഡ് ചെയ്ത് പോകുന്നത്. dV/dt പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ആറും സിയും, dI/dt പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടർ സീരീസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്. നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട് ചോദിച്ച ആള് അത് ക്ലിയർ ആയി ആൻസർ കിട്ടിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ പിന്നെ അത് ഡിസ്കസ് ചെയ്യാത്തത്. നമ്മളൊരു ഇൻഡക്ടറിന്റെ കേസ് ചോദിച്ചില്ലായിരുന്നു, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പ്രൊസീഡ് ചെയ്ത് ആൻസർ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ അതുപോലെ ചെയ്തിരുന്നു, അപ്പൊ അതേ കറക്റ്റ് ആൻസർ കിട്ടി. ഓക്കെ.
താങ്ക് യു. അങ്ങനെ അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത് ഏതൊക്കെ രീതിയിൽ വരാന്ന്. Okay, ma'am. Thank you. Good night. ഗുഡ് നൈറ്റ്.